ക്രിസ്മസ് ആയിരുന്നു പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ 10 മിനിറ്റിന്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പൊ ഫസ്റ്റ് മോയ്സ്ചറൈസർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പോൺസിന്റെ ആണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറ്. അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ഫസ്റ്റ് തന്നെ. അപ്പൊ ആദ്യം മോയ്സ്ചറൈസർ പുരട്ടിയിട്ട് ഒന്ന് വെറുതെ ഇങ്ങനെ മസാജ് ചെയ്യാം. അപ്പൊ നമ്മള് അടുത്ത മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലാക്മിയുടെ CC ക്രീമാണ്. എനിക്ക് ഇത്രേ വേണ്ടുള്ളൂ എന്റെ മുഖത്തിന്. ഇത് നമുക്ക് ഇനി അപ്ലൈ ചെയ്യാം. ഡോട്ടായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് ഫൗണ്ടേഷൻ ബ്രഷ് ആണ്. ഇനിയിപ്പോ ഇത് ഇല്ലാത്തവർ ഇത് കൈകൊണ്ട് ചെയ്താലും മതി. എന്റെ ഉള്ള കാരണമാണ് അപ്പൊ ഞാൻ ഇത് ഉപയോഗിക്കണത്. ഇത് ഞാൻ അപ്പൊ ഈ ക്രീം നമ്മൾ മുഖത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പാക്ട് പൗഡർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അത് ഇടാം. ഈ കോമ്പാക്ട് പൗഡറിന്റെ കൂടെ തന്നെ ഇത് വരുന്നുണ്ട്. അപ്പൊ നമ്മളിത് യൂസ് ചെയ്യണില്ല. ഇത് ഭയങ്കര ഹാർഡാണ്. നമ്മൾ ബ്രഷാണ് യൂസ് ചെയ്യണത്. അടുത്ത് നമ്മൾ ബ്ലഷാണ് യൂസ് ചെയ്യണത്. അടുത്ത് നമ്മൾ കൺമഷിയാണ്. കൺമഷി എഴുതാൻ പോവാം. കണ്ണെഴുതി. അടുത്ത് നമ്മൾ മസ്കാരയാണ്. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ഒഴിച്ചുകൂടാനാവാത്ത സാധനമാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക്. അപ്പൊ നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ മുഖത്തിന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? തിളക്കൊക്കെ വന്നിട്ടില്ലേ? പിന്നീട് കുറെ ആൾക്കാർ ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട് എന്ത് മേക്കപ്പാണ് ചെയ്യണേന്ന്. ഞാൻ എപ്പോഴും മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. അങ്ങനെ നല്ല വല്ലപ്പോഴൊക്കെ ഞാൻ ഈ മേക്കപ്പാണ് ചെയ്ത് പോകാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടാകും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ആഭരണങ്ങളൊക്കെ കയറ്റാം. വള, മാല കേട്ടിട്ടുണ്ട്. ഈ മാലിന് സിമ്പിൾ മാല ഞാൻ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ കമ്മൽ അതൊക്കെ ഇടാം. ഞാൻ ബ്ലാക്ക് പൊട്ടാണ് വെക്കുന്നത്. പൊട്ട് വെച്ചു. എൻ്റെ മുകളിൽ ചെറിയൊരു കല്ലിൻ്റെ പൊട്ടും കൂടി വെക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ഈ കൈൻ്റെ മുകളിൽ ഒരു വള ഉണ്ട്. ഒരു കൈൻ്റെ മുകളിൽ മാത്രമേ ഇടണുള്ളൂ വള. അപ്പൊ നമുക്കതിടാം. അപ്പൊ അടുത്ത് നമുക്ക് കമ്മലിടാം. ഞാൻ റെഡ് സാരിയായ കാരണം റെഡ് കമ്മൽ ഇന്നലെ പോയിട്ട് വാങ്ങിച്ചോടുന്നതാണ്. അപ്പൊ ഇതാണ് എന്റെ ക്രിസ്മസിന്റെ ലുക്ക്, ഇതിന്റെ ഔട്ട്ഫിറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ.